എല്ലാ ബുധനാഴ്ചയും അഭിചേട്ടന് കാലത്ത് എണീക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണെന്നറിയോ? BNIയുടെ ഒരു ബിസിനസ് ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ് ഉണ്ട്, അതിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് പോകണൊരു ദിവസമായിട്ട് ഒന്ന് അപ്പോൾ കാലത്ത് ചായയൊക്കെ കുടിച്ചിട്ടാണ് പോവുക. അവർക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് ഹയാത്തിലാണ് അവർ മീറ്റിംഗ് ഉണ്ടാവാറ്. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഉണ്ടാവും. അപ്പോൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയി. അപ്പോൾ ഇന്ന് മീൻകറിയാണ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം വീട്ടിൽ നിന്ന് മാങ്ങയൊക്കെ പൊട്ടിച്ച് വന്നായിരുന്നു. അപ്പച്ചൻ്റെ വീട്ടിൽ മൂവാണ്ട് മാവുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ മാങ്ങയൊക്കെ പൊട്ടിച്ച് വന്നായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യയുടെ അടുത്ത് വിശേഷം പറയാം, സ്കൂളിലത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വേഗം കറി വെക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇന്ന് കുറച്ചധികം പണികൾ തീർത്തിട്ട് വേണം എനിക്ക് ഷോപ്പിൽ പോകാനായിട്ട്. കറി വെക്കാം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയത് വെട്ടുമീൻ്റെ കഷ്ണം ആയതുകൊണ്ട് തന്നെ നാളികേരപ്പാൽ ഒഴിച്ച് വെക്കുന്നതാണ് ഇവിടെ ഇഷ്ടം. അപ്പോൾ സാധാരണ ഇവിടെ തൃശ്ശൂർ വെക്കുന്ന രീതിയാണ് കേട്ടോ ഇത്. ഉള്ളിയും ഇഞ്ചിയും നന്നായി ചതച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഇവിടെ വെക്കാറ്. അതിൽ ഒന്നാം പാൽ രണ്ടാം പാലൊന്നുമില്ല, ഒരുമിച്ച് തന്നെ 2 ട്രിപ്പായിട്ട് പാല് പിഴിഞ്ഞിട്ട് ഇതെല്ലാം ഇട്ട് തിളപ്പിച്ച് അങ്ങനെയാണ് കേട്ടോ കറി ഉണ്ടാക്കാറ്. ഞാനിവിടെ കൊടപ്പുളി ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട്, മാങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ ടേസ്റ്റ് ഇഷ്ടമാണ്. തൃശ്ശൂരിൽ പൊതുവേ എല്ലാ വീടുകളിലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇനി മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയാം. ഇതാണ് കേട്ടോ കുറച്ചുകൂടി പണിയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. സാധാരണ ഇത് ഞാൻ അമ്മയുടെയിലൊക്കെ കൊണ്ട് അരിഞ്ഞ് മേടിക്കാറുണ്ട്. ഇന്ന് പിന്നെ അതിനൊന്നും ഞാൻ നിന്നില്ല, അധികം മാങ്ങയൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്കുള്ള മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേഗം അതൊക്കെ അരിഞ്ഞ് കല്ലുപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ എനിക്ക് വൈകുന്നേരം വന്ന് അച്ചാറിടാലോ, അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ പിന്നെ വേഗം അത് ഉപ്പൊക്കെ തിരുമ്മി അവിടെ വെച്ചു കിട്ടും. അപ്പോഴേക്ക് ആദ്യം പോകാറായി. ആദ്യയുടെ പാത്രമൊക്കെ അതിൻ്റെ ഇടയിൽ റെഡിയാക്കിയായിരുന്നു. അപ്പോൾ ആദ്യം പോയി. അത് കഴിഞ്ഞ് പിന്നെ പാത്രങ്ങൾ ഒതുക്കലായി, കാര്യങ്ങളായി. എൻ്റെ കുറേ മണി പ്ലാന്റ് കുട്ടന്മാരുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ അവർക്ക് വെള്ളം ഒഴിക്കലും കുറച്ച് മണ്ണിൻ്റെ ഒക്കെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ പോട്ട് മിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതൊക്കെ എല്ലാ ചെടികൾക്കും ഒന്നും കൂടി ഒരു മുകളിലൊരു ടോപ്പായിട്ട് ലെയറായിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ വെള്ളമൊക്കെ ഒന്ന് തെളിച്ച് കൊടുത്തു. ഒരു നല്ല സ്പ്രേ ബോട്ടിൽ മേടിക്കണം. അത് മേടിക്കുന്നതൊക്കെ കംപ്ലൈൻറ്റാണ്. എല്ലാ പ്രാവശ്യം മേടിച്ചാലും അത് കംപ്ലൈൻറ്റ്. ഞാൻ ആമസോണിൽ ഒരു നോക്കി വെച്ചിട്ടുണ്ട്. അത് എനിക്ക് മേടിക്കും. ലോഡ് തുണികൾ തോരയിടാനുണ്ടായിരുന്നു, ഉണങ്ങിയ തുണികൾ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ വേഗം വാഷിംഗ് മെഷീനിലിട്ട് തുണികളൊക്കെ വേഗം തന്നെ തോരയിട്ടു. ഇപ്പോൾ വെയിലായതുകൊണ്ടൊക്കെ തുണികളൊക്കെ വേഗം ഉണങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ആമി സ്കൂളിൽ പോയിട്ടില്ല. ആമിക്ക് എക്സാം ഇല്ലാത്തതുകൊണ്ട് ആമി ഇന്ന് വീട്ടിലുണ്ട്. അപ്പോൾ ഓഫീസിൽ പോകുന്നതിന് മുന്നേ ആമീനെ വീട്ടിലാക്കിയിട്ട് വേണം പോകാൻ. അതും ഒരു ടാസ്ക്കാണ്. വീട് അടുത്തൊക്കെയാണ്, പക്ഷേ ചുറ്റിത്തിരിഞ്ഞ് അവിടെയൊക്കെ പോയിട്ട് വരുമ്പോൾ അത്രയും സമയം അവിടെ പോകില്ല എന്നാണ്. അങ്ങനെ പിന്നെ ആമീനെ വീട്ടിലാക്കിയിട്ട് ഞാൻ നേരെ ഓഫീസിൽ പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.